നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം മുതൽ ഇന്ന് വരെ അമേരിക്കൻ പൗരന്മാരും ലോകമെമ്പാടുമുള്ള പ്രവാസികളും അദ്ദേഹത്തിന്റെ നയങ്ങളെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രംപ് തന്റെ സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്കും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി രാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ ഒറ്റിക്കൊടുത്തു. താരിഫുകളിലൂടെ സാധാരണ ഉപഭോക്താവിന്റെ കീശ ചോർത്തിയത്, H-1B വിസ നിയന്ത്രണങ്ങളിലെ അനാവശ്യമായ കടുംപിടുത്തം, വിസകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ നടപടി, ഇവയെല്ലാം ട്രംപ് ഭരണത്തിന്റെ മുഖമുദ്രകളായി മാറി. ദേശീയ സുരക്ഷയുടെയും സാമ്പത്തിക സ്ഥിതിയുടെയും പേരിൽ നടത്തിയ നീക്കങ്ങൾ അമേരിക്കയുടെ മൂല്യങ്ങളെയും ആഗോളതലത്തിലെ പ്രതിച്ഛായയും ഒക്കെ കളങ്കപ്പെടുത്തുന്നതായിരുന്നു. അമേരിക്കൻ ജനതയ്ക്കും അമേരിക്ക സ്വപ്നം കണ്ട പ്രവാസി സമൂഹത്തിനും ട്രംപ് നൽകിയത് കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമായിരുന്നു. താരിഫ് വരുമാനം കുതിച്ചുയരുമ്പോൾ അതിന്റെ ഭാരം പേറുന്നത് അമേരിക്കയിലെ സാധാരണക്കാരും അമേരിക്കൻ കമ്പനികളും കൂടിയാണെന്നുള്ള സത്യം ട്രംപ് മറച്ചുവെച്ചു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള നികുതിയാണ് താരിഫ്. ഇത് ആദ്യം അടയ്ക്കുന്നത് യുഎസിലെ ഇറക്കുമതിക്കാരായ അമേരിക്കൻ കമ്പനികളാണ്. വർദ്ധിച്ച ഈ ചെലവ് നികത്താൻ കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ താരിഫിന്റെ ആഘാതം നേരിട്ട് സാധാരണ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു. ശരിക്കും ഇത് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഉപഭോഗ നികുതിയായി മാറുകയാണ്. ഗാർഹിക ഉപകരണങ്ങൾ, ഫർണിച്ചർ, വസ്ത്രങ്ങൾ, കാപ്പി, ഷൂസുകൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നതിന് ഇത് കാരണമായി മാറി. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2025 സെപ്റ്റംബർ 30 അവസാനിച്ച സാമ്പത്തിക വർഷം US സർക്കാർ താരിഫ് ഇനത്തിൽ $215.2 ബില്യൺ അഥവാ $21,520 കോടി വരുമാനം നേടി. ഇതൊരു റെക്കോർഡ് വർധനമാണ്. താരിഫ് ഏർപ്പെടുത്തിയതിലൂടെ വിദേശ രാജ്യങ്ങളാണ് പണം നൽകുന്നതെന്ന ട്രംപിന്റെ വാദത്തിന് വിപരീതമായി ഈ തുക യഥാർത്ഥത്തിൽ യുഎസിലെ ഇറക്കുമതിക്കാർ അഥവാ അമേരിക്കൻ കമ്പനികളാണ് സർക്കാരിന് അടയ്ക്കുന്നത്. ചുരുക്കത്തിൽ താരിഫിന്റെ ഭാരം US ജനതയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. US കമ്പനികൾ തങ്ങളുടെ വർദ്ധിച്ച ചെലവുകൾ നികത്താനായി താരിഫ് ചെലവിന്റെ ഭൂരിഭാഗവും ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളിലേക്ക് തന്നെ എത്തിക്കുന്നു. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് താരിഫ് ചെലവിന്റെ കൂടുതൽ പങ്ക്, ചില കണക്കുകൾ പ്രകാരം 55% വരെ US ഉപഭോക്താക്കൾ നേരിട്ട് വഹിക്കുന്നുണ്ടെന്നാണ്. ഇതിന്റെ ഫലമായി താരിഫ് ഒരു ഉപഭോഗ നികുതി പോലെ പ്രവർത്തിക്കുകയാണ്. ഇത് പ്രധാനമായും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെയാണ് ദോഷകരമായി ബാധിക്കുന്നത്. കാരണം അവർ തങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സാധനങ്ങൾ വാങ്ങാൻ ചെലവഴിക്കുന്നു. വില പൂർണ്ണമായി ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ കമ്പനികൾ താരിഫ് ചെലവിന്റെ ഒരു ഭാഗം സ്വയം വഹിക്കുകയും തൽഫലമായി അവരുടെ ലാഭം കുറയുകയും ചെയ്യുന്നു. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും ദോഷമായി മാറുന്ന ഒന്നാണ്. ചില കമ്പനികൾ താരിഫ് തുക തിരികെ ലഭിക്കാനായി കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. കോസ്കോ പോലുള്ള വൻകിട കമ്പനികൾ പോലും കോടിക്കണക്കിന് ഡോളർ റീഫണ്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഈ നയം അമേരിക്കൻ ബിസിനസ്സുകളെ പോലും തകർക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മറുപടിയായി മറ്റു രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചതോടെ പരസ്പരം വിശ്വാസം തകർന്ന് ലോകവ്യാപാരം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ അമേരിക്കൻ വ്യവസായങ്ങളെയും ജോലികളെയും അനധികൃത വിദേശ മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കാൻ താരിഫ് ആവശ്യമാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികരണം. താരിഫുകൾ US മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ GDP കുറയ്ക്കുമെന്നും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുമെന്നുമൊക്കെ റിപ്പോർട്ടുകളുണ്ട്. താരിഫുകൾ കാരണം ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നത് പണപ്പെരുപ്പം ഉയർത്തുകയും ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയും ചെയ്യും. താരിഫ് വർധനവിനെ തുടർന്ന് തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുമ്പോൾ മറ്റു രാജ്യങ്ങൾ കൈയും കെട്ടി മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? US ഏർപ്പെടുത്തുന്ന താരിഫുകൾക്ക് മറുപടിയായി മറ്റു രാജ്യങ്ങളും US ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രതികാര താരിഫുകൾ ചുമത്തും. ഇത് US കയറ്റുമതിയെ ആശ്രയിച്ചുള്ള വ്യവസായങ്ങളെയും ബാധിക്കും. ചുരുക്കത്തിൽ താരിഫുകൾ US സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ചെലവ് പ്രധാനമായും വഹിക്കുന്നത് അമേരിക്കൻ ഉപഭോക്താക്കളും അമേരിക്കൻ കമ്പനികളും കൂടിയാണ്. കൂടാതെ ഈ നയങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ US സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ ട്രംപ് അമേരിക്കയ്ക്ക് കൂടിയാണ് പണി കൊടുത്തത്.